അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കൊടുങ്കാറ്റിൽ മരണം 60 കവിഞ്ഞു. ഫ്ലോറിഡയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. പെൻസിൽവാനിയ, ഫ്ലോറിഡ ഈ മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം തീപിടുത്തം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആൾനാശവും സാമ്പത്തിക നഷ്ടവും ഒരുപാട് വീടുകൾ തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. ഏകദേശം 10,000-ലധികം ആളുകളെ അഭയാർത്ഥികളാക്കിയിരിക്കുന്ന ഒരു തീപിടുത്തമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. $50 ബില്യൺ നാശനഷ്ടങ്ങളാണ് ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചത്. സംഖ്യകൾ കൂടാൻ സാധ്യതയുണ്ട്, അതേക്കുറിച്ച് വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്ന കാര്യം, ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ ഒരു സംവിധാനവും ഇല്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ലോകത്താകമാനമുള്ള രാഷ്ട്രത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ അകത്തുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി പ്രകൃതി ദുരന്തം പോലെയുള്ള കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പായി ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴത്തെ ഭരണ വിഭാഗത്തോട് തന്നെ പ്രതിപക്ഷം ചോദിച്ചിരിക്കുകയാണ്.